ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം കാര്യമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം സെൻസ് ഉള്ള ഒരു വീഡിയോ ആണ്, വേർഡ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ തന്നെ സ്വന്തം ലൈഫിൽ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക. സോ ആ വീഡിയോ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം സൈഡിൽ. തീരുമാനമെടുക്കാൻ പ്രാപ്തരാകുമ്പോൾ കുട്ടികൾ തന്നെ തീരുമാനിച്ചുകൊള്ളും. അവരുടെ ജീവിതം ജീവിക്കാൻ വിടണം. നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട് പലപ്പോഴും. വിഷബന്ധങ്ങൾ എന്നാണ് അതിന്റെ മലയാള തർജ്ജമ. യഥാർത്ഥത്തിൽ നിങ്ങളെ നിങ്ങളായി ജീവിക്കാൻ അനുവദിക്കാത്തതെന്തും, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്തും, നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ കൊച്ചു കൊച്ചിഷ്ടങ്ങളെയും അവരുടെ താല്പര്യത്തിന് വേണ്ടി ആരാണോ ഹനിക്കുന്നത്, ആ ബന്ധം ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ നിങ്ങളായി ജീവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നേക്കണം. ഒരു ഫൈനൽ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? നിങ്ങൾക്കത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ വളരെ തോട്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ എല്ലാവരുടെ ലൈഫിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓരോ മനുഷ്യരും ഓരോ ഇൻഡിവിജ്വലും ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊന്നും ചിലപ്പോൾ ഒരു എംബിഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബിസിനസ് ആയിട്ടായിരിക്കും. ഇന്ന സ്ട്രീമിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്നതായി തീരണം, അങ്ങനെ ആയിത്തീരണം, ഇങ്ങനെ ആയിത്തീരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഇനിയിപ്പോ ആ കാര്യങ്ങളെല്ലാം പോട്ടെ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോ പേഴ്സണൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലിനും ചിലപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ അവനവനെ തന്നെ ഗ്രോത്തിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മൾക്ക് സ്വയമായിട്ട് അത് ഹാം ചെയ്യാത്തതോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരിൽ അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ഉണ്ടാക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരിനെ ദ്രോഹിക്കുന്നതോ നമ്മളിനെ സ്വയം ദ്രോഹിക്കുന്നതോ അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് റിലേഷൻഷിപ്പ് എടുത്താലും, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, സിബ്ലിങ്സിന്റെ ഇടയിലാവട്ടെ, പാരന്റ്സിന്റെ ഇടയിലാവട്ടെ, ഇനിയിപ്പോ ലവേഴ്സിന്റെ ഇടയിലാവട്ടെ, മാരീഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാവട്ടെ, ഏത് റിലേഷൻഷിപ്പിലായാലും ഇന്ന റിലേഷൻഷിപ്പ് എന്ന് പറയില്ല. ചിലപ്പോ ആ ഓപ്പോസിറ്റ് വെക്കുന്ന ആൾ അത്രയും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരും ആയെന്നിരിക്കാം. പക്ഷേ ആ ഒരു ആള് എപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്നതോ വാക്കുകൊണ്ട് ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്താൽ മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾക്ക് ടോക്സിക് ആയിട്ട് വരുന്നത്. നമ്മൾക്ക് നമ്മുടെ ഗ്രോത്ത്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള വളർച്ചേനെ അത് ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇന്ന ആൾ ഇങ്ങനെയാണ്, നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവരങ്ങനെയാണ്. അപ്പൊ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഗെയിൻ അല്ലെങ്കിൽ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെ ആഗ്രഹങ്ങളെ അങ്ങ് അടിച്ചമർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് അടിച്ചമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്തിന് അവിടെ സാഹചര്യം കിട്ടുന്നില്ല, ചാൻസ് ഇല്ല അവിടെ. അതുപോലെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാനായിട്ട് നമ്മുടെ ഇഷ്ടം നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും ഫോളോ ചെയ്യാന്നുള്ളത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കും, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ പേരൻസിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ പേരൻസ് നല്ലതും ചീത്തയൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഓരോ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുതരും. അപ്പൊ അതില് നല്ല കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. അതല്ലാതെ ഒരിക്കലും അവര് ഇതാണ് ആഗ്രഹിച്ച് അത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അതൊരിക്കലും പേരൻസ് എന്നുള്ള രീതിയിൽ പേരൻസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, സജഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. കാരണം അത് അവരുടെ ഭാവിയെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം ഭാവിയിൽ അവരൊരിക്കലും ദുഃഖിക്കരുത് എന്ന് ഓർത്തിട്ടായിരിക്കും മിക്ക പാരൻസും അത് പറയാം. പക്ഷേ അവിടെ ഒരിക്കലും ആ ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, കോഴ്സിന്റെ കാര്യം വിടുക, വേറെ എന്തൊരു കാര്യത്തിലായാലും ഒരു ഇൻഡിവിജ്വലിന്റെ ഗ്രോത്ത് ഉണ്ട് എന്ന് ഉള്ള കാര്യങ്ങളിനെ അടിച്ചമർത്താനായിട്ട് മറ്റൊരു റിലേഷൻ, അതായത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് വയ്ക്കുക. നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ ഇന്ന ആളിങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു എയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. അവിടെ അടിക്കോ പരിഭവത്തിനോ ഒന്നിനും പോണ്ട. പക്ഷെ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എയിം, നമ്മുടെ അംബീഷൻ, നമ്മുടെ ഗോൾ എന്താണ്, അതിലേക്കായിരിക്കണം ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്,
നമ്മളെ സ്വന്തം ഹാപ്പിനെസ് എന്താണോ, പക്ഷെ ആ ഹാപ്പിനെസ് ഒരിക്കലും അവനവനെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതാവരുത്. അതുപോലെ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കുന്നതും ആവരുത്. പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടാവും, ഇമ്മീഡിയറ്റ് സർക്കിൾ. ഈ സർക്കിളിലുള്ള ആൾക്കാർക്ക് അതൊരിക്കലും ദ്രോഹമായിട്ടോ അല്ലെങ്കിൽ താഴ്ചയായിട്ടോ വരാത്തതായിട്ടുള്ള കാര്യങ്ങൾ. ഒരു ദ്രോഹം നമ്മൾ ആർക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല, ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നമ്മളുടെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുക. അവിടെ വേറെ ആരും എന്ത് പറയുന്നു ഏത് പറയുന്നു അതൊന്നും വിഷയാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, നമ്മൾ കാരണം മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു ആ ഒരു ഡിസിഷൻ കൊണ്ട് എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പേഴ്സണൽ ഗ്രോത്തിന് അത് ബെനിഫിഷ്യൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തീർച്ചയായിട്ടും ചെയ്യാന്നുള്ളത്. മറ്റൊരു വീഡിയോ കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. Can't control you. Toxic people can't control you. They try to control how others see you. Keep being authentic and don't change who you are to fit others' negative portrayals. Toxic മനുഷ്യർക്ക് നിങ്ങളെ നിയന്ത്രിക്കാനാവില്ല എന്നുറപ്പായാൽ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ നിങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ പല കഥകളും വരും. അപ്പോഴും നിങ്ങളുടെ ഇന്റഗ്രിറ്റി അത് നിലനിർത്തുക. മറ്റുള്ളവർക്കായി നിങ്ങളുടെ യഥാർത്ഥ സെൽഫിനെ മറച്ചു പിടിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ടോക്സിക്കായ മനുഷ്യർ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പക്ഷം അവർ പരാജയപ്പെടുന്നുവെന്ന് തോന്നിയാൽ അടുത്ത നമ്പർ ഇറക്കും. ആ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളെ പൊതുമധ്യത്തിൽ, നിങ്ങളെ അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ നിങ്ങളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ഒരുപാട് കഥകൾ മെനയും. നിങ്ങളെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന എല്ലാ മനുഷ്യനും ടോക്സിക് മനുഷ്യരാണ് എന്ന് കരുതുക. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂസ് ചാനലിൽ ഇപ്പൊ ഞാൻ റീസെന്റ് ആണ് ഇത് കണ്ടു തുടങ്ങിയത്, ഇങ്ങനത്തെ ഓരോ എന്താ പറയാ ബിറ്റ് പോലെ ഇടയിൽ കയറ്റുന്നതൊക്കെ. ഐ മീൻ ഇങ്ങനെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ, ലൈക്ക് ഇങ്ങനത്തെ ഓരോ തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ. അപ്പൊ അതെനിക്ക് തോന്നുന്നു കുറെയൊക്കെ നല്ലത് തന്നെയാണ്. പല ആൾക്കാർക്കും മെന്റൽ പ്ലെയിൻ അല്ലെങ്കിൽ മെന്റൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ മാനസിക രോഗം എന്നുള്ളൊരു കാര്യം മാത്രമേ മറ്റുള്ളവർക്ക്, ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഇത് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഓരോ മനുഷ്യർക്കും, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ വിഷയത്തിൽ നമ്മൾ മെന്റൽ പ്ലെയിൻ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവാം. അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മെന്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു അസുഖം മാത്രമല്ല, അതിന് പല തലത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഞാൻ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പൊ അത് കൺവേ ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയം വേണം, കുറച്ചധികം രീതിയിൽ പറഞ്ഞു തരണം. അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷെ ഈ ഒരു വീഡിയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഞാൻ പറയാം. ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറയുന്നത് ഏതൊരാളും ആവാം, ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളും ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവര് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അവരുടെ ആഗ്രഹത്തിന് നമ്മൾ ഡ്രസ്സ് ചെയ്യുക, അവരുടെ ആഗ്രഹത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ താത്തി കൊണ്ടുപോകണം. മറ്റു സൈഡിൽ നിൽക്കുന്ന ആള് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതം പോകണം എന്നുള്ള രീതിയിലായിരിക്കും ഏത് ഇപ്പോൾ ഫ്രണ്ട് ആവട്ടെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് വെക്കുക, ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന് വെച്ചാൽ നമ്മളോട് സ്നേഹം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഈ ടോക്സിക് പീപ്പിളിന്, എല്ലാ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മളോട് എനിമിറ്റി അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സന്തോഷമായിട്ടും സ്നേഹത്തോടെ നിൽക്കുന്ന ആൾക്കാരും നമ്മളെ ചില ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത് സ്നേഹം ഉണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില ആൾക്കാർക്ക് സ്നേഹം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾക്കായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആസ് എൻ ഇൻഡിവിജ്വൽ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അങ്ങനെയുള്ളതും ഉണ്ട്. അപ്പൊ നമുക്ക് ടോക്സിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ദ്രോഹികളാണ് എന്ന് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. നമ്മൾ എപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യുക. ഓരോ മനുഷ്യരെയും, ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അവർ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ഇല്ലാതാക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നതാണെങ്കിൽ നമ്മളത് എപ്പോഴും നോട്ട് ചെയ്യുക, ഒരു ഡിസ്റ്റൻസ് പാലിക്കുക. പിന്നെ ഈ ഒരു വീഡിയോനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ പറഞ്ഞ രീതിയിലൊക്കെ പല രീതിയിലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ കൺട്രോളിങ്ങിനൊന്നും നമ്മൾ വിധേയാവുന്നില്ല, നമ്മൾ ഒരു തരത്തിൽ നിന്നു കൊടുക്കുന്നില്ല.
അവർ കൺട്രോൾ ചെയ്യാൻ വരുന്നു, നമ്മൾ ഓക്കെ അതൊന്നും അതിൽ പിടികൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും തളർത്തണം. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെയും കൂടെ അറിയുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ഇവര് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് അറിയില്ല നമ്മള് മലയാളത്തില്, ആ രീതിയിൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചുമ്മാ ഉണ്ടാക്കി കഥകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ച്, ചില ആൾക്കാർ കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ പറയൂ കേട്ടോ വിശ്വസിപ്പിക്കാനായിട്ട്. അങ്ങനെ അങ്ങനെ പല തരത്തിൽ അവരെടുക്കും കളികള്. അങ്ങനെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളർത്താൻ എന്തൊക്കെ വഴികളുണ്ടോ ഇതൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളല്ലാതെ ആവരുത്. നിങ്ങളെ കുറിച്ച് എന്തോ അവർ പറഞ്ഞോട്ടെ, നിങ്ങളെ അറിയുന്ന മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ പോട്ടെ എന്ന് തന്നെ വിചാരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അങ്ങനെ വിശ്വസിച്ച് പോകുന്നതാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് തന്നെ വിചാരിക്കുക. അതല്ലാതെ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക. അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നോർത്ത് നിങ്ങൾ അവരങ്ങനെ പറഞ്ഞല്ലോ അത് കാരണം പ്ലീസ് ചെയ്യണമല്ലോ എന്നോർത്ത് നിൽക്കാതെ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയമായിട്ട് ബോധ്യം ഉണ്ടാവുക. മറ്റൊരാളെ നിങ്ങൾ ദ്രോഹിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷമല്ല ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക. ആർക്കും വേണ്ടി മാറിക്കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്കും വേണ്ടി നിങ്ങളുടെ സ്വഭാവം മാറ്റാനായിട്ടോ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പലതും പറയാനുണ്ടാവും, ബാക്കിൽ നമ്മളുടെ അടുത്തുണ്ടാവും, നമ്മളെ കൂടെ ഉണ്ട് എന്ന് ബോധിപ്പിച്ച് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലും തന്നെ ഉണ്ടാവും. കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൂട്ടരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടേതായ സന്തോഷം മറ്റേ ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ തുടരുക. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ന്യൂസ് ചാനൽ ഏതാണെന്ന് നോക്കുക. ഇങ്ങനെ ഇതുപോലെ ഏത് ടൈമിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പറയുന്നതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ 2 വീഡിയോസ് ആണ് എൻ്റെ കണ്ണിൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഇത് രണ്ടും ഒന്നിനൊന്ന് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് 2 വീഡിയോസും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു നിങ്ങൾക്കെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.